ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കണ്ണൂർ പാനൂരിനടുത്ത് തൂവക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും രക്ഷാപ്രവർത്തനത്തിന് ജീവൻ നൽകുന്ന ഒരു പ്രവൃത്തി ഇന്നലെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ചുരുക്കി പറഞ്ഞാൽ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് മലയാളി പ്രേക്ഷകരും അതുപോലെ തന്നെ മറ്റുള്ള പ്രേക്ഷകരും ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നിർമ്മാണ തൊഴിലാളിയായ ചന്ദ്രി എന്ന് പറയുന്ന വ്യക്തി 2ാം നിലയുടെ മുകളിൽ നിന്ന് ഓട് താഴോട്ട് വണ്ടിയിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വണ്ടിയിൽ അതുപോലെ തന്നെ കയറും കപ്പിയെല്ലാം വെച്ചിട്ട് താഴോട്ട് വലിച്ചിറക്കുന്ന സംവിധാനമാണ് അവർ ഏർപ്പെടുത്തിയിരുന്നത്. ആ സമയത്ത് ചന്ദ്രി കാല് തെറ്റിയിട്ട് 2ാം നിലയുടെ മുകളിൽ നിന്നും നേരെ താഴോട്ട് പതിക്കുകയാണ്. ആ സമയത്ത് ആ വണ്ടിയിലുണ്ടായിരുന്നത് രഞ്ജിഷ് എന്ന് പറയുന്ന അവരുടെ നാട്ടുകാരൻ തന്നെയായിരുന്ന ഒപ്പരം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇരു കൈയും നീട്ടിയിട്ട് ആ ചന്ദ്രിയെ താങ്ങി നിർത്തുന്ന നിമിഷങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടി സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ആ സംയോജിതമായ ഇടപെടൽ കൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു ജീവിതം തന്നെ രക്ഷിച്ചെടുത്തു. അത് വലിയ ഒരു സാഹസിക തന്നെയാണ്. അല്ലാതെ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത്രയും വലിയ ഹൈറ്റിൽ നിന്നൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ അസ്ഥികളൊക്കെ ഒടിഞ്ഞു പോകും. അത്രയും വലിയ ഹൈറ്റിൽ നിന്നാണ് താഴേക്ക് പതിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈകളാൽ അദ്ദേഹം വളരെ സുരക്ഷിതമായിട്ട് താങ്ങിയതിനു ശേഷം കയ്യിൽ നിന്ന് ഊർന്ന് വീണു പോയി എങ്കിലും കാര്യമായ പരിക്കുകളൊന്നും ഈ ചന്ദ്രി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന് പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ തലശ്ശേരിയുള്ള സ്വകാര്യ ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി സ്കാനിങ് അടക്കം ചെയ്തതിനു ശേഷമാണ് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കിയത്. അതുമായി ബന്ധപ്പെടുത്തി രഞ്ജിഷിന് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷിച്ചെടുത്ത അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ പറയാൻ നമുക്കത് കേൾക്കാം. നമുക്ക് ആദ്യമായിട്ട് ആ രംഗം നമുക്കൊന്ന് കാണാം. ആ രംഗം കാണുന്ന സമയത്ത് തന്നെ നമുക്കൊരു പേടിയൊക്കെ തോന്നും. പക്ഷേ എന്നാലും സന്തോഷകരമായ അന്ത്യത്തിലേക്കാണ് ആ ഒരു രംഗം എത്തിച്ചേർന്നത്. ഇന്ന് നാട്ടിൽ രഞ്ജിഷും അതുപോലെ തന്നെ ചന്ദ്രയും എല്ലാം വൈറലാണ്. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് നിൽക്കാൻ പോലും സമയമില്ല. അത്രയും കോളുകളാണ് മൈസൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പോലും ഈ വിവരം അറിഞ്ഞത്. അതിൻ്റെ മുന്നേ തന്നെ ഇത് നാട്ടിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും മൊത്തം വൈറലാണ്. ഏതായാലും ആ സമയത്ത് സംയോജിതമായ ഇടപെടൽ നടത്തിയ രഞ്ജിഷിന് എന്താണ് പറയാനുള്ളത്, നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി കേൾക്കാം. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് എനിക്കും മനസ്സിലായിട്ടില്ല, മൂപ്പർക്കും മനസ്സിലായിട്ടില്ല എന്താ സംഭവിച്ചത്. എന്തോ ആ സമയത്ത് നമുക്ക് ഇവർ വരുന്ന ഞാൻ മുകളിലോട്ട് നോക്കി നിൽക്കുമ്പോൾ മൂപ്പർ അമ്മയെന്ന് പറഞ്ഞിട്ടൊരു വരുന്ന തോന്നി. അന്ന് എന്തോ എനിക്ക് അങ്ങനെ പിടിക്കാൻ തോന്നി. ആ പിടിച്ചത് അതെ, അത് മൂപ്പര് ഇന്നലെ ലീവായിട്ട് എന്നെ വിളിച്ചതാണ് ഇങ്ങനെ ജോലി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനത് പിന്നെ എൻ്റെ കൂടെ ഉള്ള ഒരാളെ ലീവാക്കിച്ചിട്ട് മൂപ്പരെ അങ്ങ് കൂട്ടിയതാണ്. അത് എൻ്റെ കൂടെ വരുന്ന ആൾ സ്കൂളിൽ ഇല്ലാത്ത സമയത്ത് വരുന്നതാണ്. അപ്പോൾ മൂപ്പരെക്കാട്ടും ആവശ്യം മറ്റൊരാൾ കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂപ്പരെ കൂട്ടിയതാണ്. അത് മാത്രമല്ല ഓട് വണ്ടിയിലേക്ക് കയറ്റിത്തരാൻ മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് മൂപ്പരെ കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദൈവാധീനം കൊണ്ട് മൂപ്പരെ എന്തെല്ലോ ഭാഗ്യങ്ങൾ കൊണ്ടും നമ്മളെ കയ്യിൽ വന്ന് വീണു. ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്. ചില കാര്യങ്ങൾക്ക് ദൈവം മറ്റൊരാളെ നിയോഗിക്കുമെന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചില രക്ഷാകരങ്ങൾ ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു കയ്യൊപ്പ് ചാർത്തിയ മനുഷ്യനാണ് രഞ്ജിഷ്. രഞ്ജിഷ് ഏതായാലും ഇന്ന് കണ്ണൂർക്കാരുടെ അല്ലെങ്കിൽ തൂവൽക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെ ആൾക്കാരുടെ എല്ലാം ഹീറോ ആയി മാറി. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു രക്ഷപ്പെടുത്തൽ തന്നെയാണ്. ചന്ദ്രി എന്ന് പറയുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ സഹായം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ആ സമയത്ത് അതുകൊണ്ട് രണ്ടും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടി ആ സമയത്ത് തോന്നിയതും. അതുപോലെ തന്നെ വലിയൊരു ആഘാതത്തിൽ നിന്നും ചന്ദ്രയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രഞ്ജിഷിന് സാധിച്ചു. എല്ലാം ദൈവത്തിൻ്റെ തീർച്ചയായിട്ടും കണക്ക് കൂട്ടൽ തന്നെയാണ്. എങ്കിലും അതിനൊരു കാരണക്കാരനായത് അദ്ദേഹമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ സംയോജിതമായ ഇടപെടൽ കൊണ്ട് അത്തരം വലിയ ജീവൻ തീർച്ചയായിട്ടും രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഏതായാലും അദ്ദേഹം ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട സാഹചര്യങ്ങളിൽ നമ്മളെല്ലാം ചിലപ്പോൾ ഒന്ന് പേടിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ച് ചെയ്യുന്ന സമയം കൊണ്ട് തീർച്ചയായിട്ടും അപകടം പറ്റും. പക്ഷേ അദ്ദേഹത്തിന് ആ പെട്ടെന്ന് തന്നെ ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കാനുള്ള ഒരു മനസ്സും ഒരു മനക്കട്ടിയും എല്ലാം ദൈവം കൊടുത്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് വീണ ചന്ദ്രിക്ക് പോലും എന്താ സംഭവിച്ചത് എന്ന് പോലും അറിയില്ല. അങ്ങനെ തോന്നി, അങ്ങനെ ചെയ്തു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ദൈവനിയോഗം എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും.
ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് വല്ലപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഹൈപ്പ് കൂടി നൽകി കാണാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം, ബൈ.